ഗൈസ്, എന്റെ ഒരു സുഹൃത്തിന് ഇന്നൊരു മാല കളഞ്ഞു കിട്ടി. മാലയും ഒരു പേഴ്സും, ആ പേഴ്സിന്റെ അകത്ത് കുറെ പൈസയും ഒരു ATM കാർഡും. പക്ഷെ ഇത് ആരുടെ ആണെന്ന് കണ്ടുപിടിക്കാൻ ഒരു കുഴപ്പമില്ല, കാരണം അതിന്റെ അത് വേറെ ഐഡിയ ഒന്നുമില്ല. നേരെ ബാങ്കിലോട്ട് പോവുക, ആ ബാങ്കിൽ ATM കാർഡ് കാണിച്ചിട്ട് അവരുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഞങ്ങൾ അവരുടെ വീട്ടിൽ ഇത് കൊണ്ടു കൊടുക്കുന്നതാണ് ഗൈസ്. ഞങ്ങളിന്ന് ഈ ATM കാർഡ് കാണിച്ചിട്ട് അവരുടെ അഡ്രസ് എടുത്തിട്ടുണ്ട്. നമ്മൾ പേഴ്സിന്റെ കാര്യം പറഞ്ഞില്ല, കാരണം പേഴ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ അവര് കുറച്ച് കോംപ്ലിക്കേഷൻ ഫീൽ ചെയ്യും. കാരണം സ്വർണ്ണ മാലയുണ്ട് ഇതിന്റെ അകത്ത്, പൈസ കാശൊക്കെ ഇരിക്കണോണ്ടേ അവര് ചിലപ്പോ പറഞ്ഞു തരില്ല. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് ATM കാർഡ് കളഞ്ഞിട്ട് അപ്പൊ ഇത് ഏൽപ്പിക്കാനാണ് അഡ്രസ്. ഹലോ, ഇത് ലേഖ എന്ന് പറഞ്ഞ ആളല്ലേ? നിങ്ങളെ പേഴ്സ് കളഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ. സ്റ്റേഷനിൽ നിൽക്കുകയാണ് നിങ്ങളിപ്പോ. നിങ്ങൾ അവിടെ വന്നത് ഞങ്ങൾ ഇതാ പറഞ്ഞു. സ്വന്തം കൊണ്ടാടും സിലരിൻ പേരത്താ എല്ലാം ഉണ്ടോ നോക്ക് പൈസ. ഇത് സ്വർണ്ണമാണ്, അതാണ് എനിക്ക് പേടി. താങ്ക്സ് ചേട്ടാ, വലിയ ഉപകാരം നിന്റെ കാര്യത്തിലൊക്കെ. താങ്ക്സ് ചേട്ടാ, അതൊക്കെ ഒരു പേടിയൊക്കെ അവർ അലക്ഷ്യമായി പിൻ നമ്പറൊക്കെ ഇങ്ങനെ എഴുതി ഇട്ട് കൊടുക്കുക. സ്വന്തമായിട്ട് മക്കളെ കൊണ്ട് ഓട്ടോയിൽ വന്ന് ഇറങ്ങിയപ്പം പേഴ്സ് കയ്യിൽ. അവന്റെ സ്ഥാനത്ത് വേറെ ആയിരുന്നെങ്കിൽ എളുപ്പമല്ലേ? എളുപ്പത്തിന് കൊണ്ടിട്ട് പിന്നും കുത്തിയിട്ട് പൈസ എടുത്തിട്ട്. ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് പോകാനുള്ളത് ഈ ഫ്രൂട്ട്സ് കടയുടെ ഓണറിനാണ്. കാരണം പുള്ളിക്കാണ് ഈ സാധനം തറയെ കിടന്ന് കിട്ടിയത്. അങ്ങനെ എന്റെ ഏൽപ്പിച്ചതാണ്. അപ്പോഴാണ് ഞാൻ ഇതെടുത്ത് ബാങ്കിൽ പോയി അങ്ങനെ അവരെ വിളിച്ച് ഏൽപ്പിച്ചത്. അപ്പൊ ഇതിന്റെ ക്രെഡിറ്റ് പോകാനുള്ളത് ചിക്കു ചേട്ടനാണ്. സത്യം പറഞ്ഞ ചിക്കു ചേട്ടനാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പൊ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.